ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഒരു വെറൈറ്റി പലഹാരം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാവേ. ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് ചൗവരിയാണ് എടുത്തിരിക്കുന്നത്, സാബുദാന. അത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഒന്ന് കുതിരാനായിട്ട് വെക്കണേ. ഒരു അരമണിക്കൂർ ഒന്ന് കുതിരാനായിട്ട്. ചെറു ചൂടുവെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് അതൊക്കെ ഒന്ന് കുതിരാനായിട്ട് നമുക്ക് മൂടി വെക്കാം. അതവിട്ടിരുന്ന് കുതിരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാമേ. ഇതിനായിട്ട് ഞാനൊരു തവയിലേക്ക് ഒരു അര ടീസ്പൂണോളം നെയ്യാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നെയ്ക്ക് പകരം ബട്ടറോ അല്ലെങ്കിൽ എണ്ണയായാലും ഓയിലായാലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നെയ്യാകുമ്പോഴാണ് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ്. പിന്നെ ഒരു നേന്ത്രപ്പഴമാണ് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് അരിഞ്ഞതാണ്. അപ്പം നമുക്ക് ഇതേ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക കേട്ടോ, ഫ്ലെയിം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു കുറച്ച് തേങ്ങ, ചെറിയൊരു കപ്പ് തേങ്ങ ചിരകിയതാണ്, ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിൽ അത്യാവശ്യം ഒന്ന് വാടി വന്നാൽ മതി. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാവേ. അപ്പം നമ്മുടെ ചൗവരിയൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അരമണിക്കൂർ ആയപ്പോഴത്തേക്കും ഇതുണ്ട്, അതിനകത്തെ ആ വെള്ളമൊക്കെ ഇങ്ങനെ ഒരു പറ്റിയിട്ട് ഇതൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അടുപ്പ് വെച്ചിട്ട്. അപ്പോൾ ഒന്ന് കഴുകിയിട്ട് ഞാൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ. അപ്പോൾ ഇടയ്ക്ക് ഇളക്കിളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ അടി പിടിക്കും. ഇത് വെന്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് കഴുകി വേണം എടുക്കാൻ. പച്ചവെള്ളത്തിൽ കഴുകി എടുക്കണം, ഒരു അരിപ്പയിൽ ഊറ്റി. പിന്നെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയാണ്, ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയില്ലേ, അങ്ങനത്തെ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ സാബുദാന, അത് ഈ സാധാരണ പച്ചവെള്ളത്തിലൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പശപ്പ് ഒക്കെ ഒന്ന് മാറിക്കിട്ടും. പിന്നെ ഒരു 1.5 കപ്പോളം ശർക്കരപ്പാനിയാണ് ഇത്. ശർക്കര കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഉരുക്കിയെടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നേന്ത്രപ്പഴമില്ലേ, അതും കൂടെ ഇതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെക്കാം. ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാനായിട്ടുള്ള ഒരു 1/4 ടീസ്പൂണിൽ താഴെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ടേസ്റ്റിന് കുറച്ച് ഏലക്ക പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അപ്പോൾ ഉപ്പും ഏലക്കാപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊരു ലിക്വിഡ് ഫോം അല്ലേ, അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കുറുകാനായിട്ട് ഞാനൊരു 1/2 കപ്പ് റവ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ ഇട്ട് നോക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് കണ്ടമാനം അങ്ങ് ടൈറ്റ് ആകണ്ട, ചെറിയതായിട്ടൊരു കുറുകിയ പരുവമായാൽ മതിയേ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതിപ്പോൾ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ റവയൊക്കെ ഒന്ന് കുതിരാനായിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കാമേ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ കുറച്ച് ചെറിയ ബൗളാണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടിവലി പാത്രത്തിലൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഒഴിക്കാം. പിന്നെ ഞാൻ കുറച്ച് വാഴയിലയാണ് വാട്ടി ഇതിനകത്ത് വെച്ചിരിക്കുന്നത്, കറക്റ്റായിട്ട് ഇരിക്കാനായിട്ട്. അങ്ങനെ വാട്ടണം എന്നില്ല, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ വാഴയില വെക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു ഫ്ലേവർ, അതിൻ്റെയും കൂടെ ഒരു ഫ്ലേവർ കിട്ടുമല്ലോ, അതിനാണേ. എന്നിട്ട് ഓരോ ബൗളിലേക്കും നമ്മുടെ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാവേ. നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ എല്ലാത്തിലും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഇഡ്ഡലിപ്പാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ആവി വന്നു തുടങ്ങുമ്പോൾ വേണം നമ്മുടെ ഈ പലഹാരത്തിൻ്റെ ഈ ബൗളെടുത്ത് ഇതിനകത്ത് വെക്കാൻ. അപ്പോൾ എനിക്കിവിടെ ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓരോന്നായിട്ട് ഇതിനകത്തേക്ക് ഇറക്കി വെക്കുകയാണ്. ഇനി ഇതിനകത്ത് 3 എണ്ണ കൊള്ളത്തില്ല. അപ്പോൾ ബാക്കി അടുത്ത 2 3 ട്രിപ്പായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് വെന്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക കേട്ടോ.